ഇത് ഞാനും എൻ്റെ ടീമും കൂടി തൃശ്ശൂർ ചെയ്തൊരു വർക്കാണ്. ഇത് അവതാർ സിനിമയിലത്തെ കുറേ പോർഷൻസ് സെറ്റ് ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ സമയം വളരെ കുറവുള്ളൊരു വർക്കായിരുന്നു. അതായത് നമുക്ക് പെട്ടെന്ന് തീർക്കണം. ശരിക്കും കുറച്ച് ഏരിയ കൂടുതലുണ്ട്. വലിയൊരു സെറ്റപ്പായിരുന്നു. അപ്പം കുറേ ഏരിയയിലേക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് എന്നാലേ ഫില്ലാവുള്ളൂ. അപ്പോൾ ഒരുപാട് പണിയുണ്ടായി. ഡേ നൈറ്റ് കുറച്ച് ദിവസം പണിയുണ്ടായിരുന്നു. ശരിക്കും ഉറക്കമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഒരു കുറച്ച് ടൈം റെസ്റ്റ് കൊടുക്കുക എന്നല്ലാണ്ട് ഫുൾ ടൈം റെസ്റ്റ് ഇല്ലാത്തൊരു വർക്കായിരുന്നു. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നന്നായി ആഞ്ഞ് ശ്രമിച്ച വർക്കാണ്. അതുപോലെ വെൽഡർമാരൊക്കെ മദ്രാസിൽ നിന്നാണ് വന്നത്. പിന്നെ അതുപോലെ ആർട്ടിസ്റ്റ് ബാംഗ്ലൂരിൽ നിന്നൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായി. അവൻ നല്ല പെയിൻറ്ററാണ്. അവൻ്റെ പെയിൻറ്റിങ് നന്നായി ഷെയ്ഡ് ചെയ്യാനൊക്കെ നല്ല കഴിവുള്ള കൃഷിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ നമ്മുടെ വർക്ക് ഒന്നുകൂടി ബൂസ്റ്റപ്പ് ആവാൻ കാരണം അവൻ്റെ പെയിൻറ്റിങ് ആണ്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത വെൽഡേഴ്സും എല്ലാം നല്ല ടീമാണ്. പിന്നെ നല്ല വെയിലാണെങ്കിലും ഡിസംബറിലൊരു കാറ്റുണ്ട് തൃശ്ശൂരൊക്കെ. ആ കാറ്റ് നമുക്ക് ചൂടധികം അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് സമാധാനം. അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂട്. ഷീറ്റാണല്ലോ മുകളിൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ വർക്കൊരു 5-6 ദിവസം കഴിഞ്ഞു. ഇപ്പം ഏകദേശം പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് തുടങ്ങി. പെയിൻറ്റിങ് മാത്രമല്ല, ഇത് പുറത്തുനിന്നുള്ള ലൈറ്റ് ഫുൾ കട്ടിങ് വേണം നമുക്ക്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ചെയ്യണം. ഈ ആൾക്കാർ നടന്നു പോകാൻ, ഇത് കാണാൻ വേണ്ടി ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഇടണം. അതും കുറേ പണികൾ, ഫ്ലോറ്, അങ്ങനെ കുറേ വർക്ക്. ഇപ്പോൾ സ്റ്റാച്യൂസിൻ്റെ ഒക്കെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അതുപോലെ ഇതൊരു വലിയ വർക്ക് ആയതുകൊണ്ട് നമ്മൾ ഓരോ പ്രോപ്സുകൾ ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ വെച്ചാണ് പെയിൻറ്റ് ചെയ്യണത്. അല്ലാണ്ട് നമുക്ക് എടുത്തുകൊണ്ടുപോയി അങ്ങോട്ട് വയ്ക്കാനുള്ള ഒരു എന്താ പറയുക, അത്രയും വലിയ വലിയ സാധനങ്ങളുള്ളതുകൊണ്ട് നമ്മളങ്ങനെ ഈ വലിയ മരമൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. അവിടെ വെച്ച് പെയിൻറ്റ് ചെയ്താൽ പിന്നെ അവിടെ നിന്ന് നീക്കലൊന്നും പിന്നെ പറ്റില്ല. അപ്പോൾ അതിന് കുറേ വർക്ക് വേറെ എക്സ്ട്രാ ഉണ്ട്. അതുപോലെ ഓരോ വർക്കുകൾ നടക്കുന്നു. പിന്നെ പെയിൻറ്റിങ് ഒക്കെ ഏകദേശം നടന്നുകൊണ്ട് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ കാർപ്പൻറ്റേഴ്സ് പ്ലാറ്റ്ഫോം അടിച്ചിങ്ങനെ പകുതി ആവാറായി. പിന്നെ ഓരോന്നിങ്ങനെ ഫിനിഷ് ചെയ്ത് വരികയാണ്. പെയിൻറ്റിങ് ബാക്കിയുണ്ട്, കുറേ പോർഷൻസ് എല്ലാം ഇങ്ങനെ സ്പീഡാക്കി കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തീർത്ത് കൊടുക്കേണ്ടതാണ്. ഡേറ്റ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടുള്ള ഹർബറി ഉണ്ട് വർക്കിന്. എന്നാലും നമ്മൾ ചെയ്ത വർക്ക് പരമാവധി ഭംഗിയാക്കാൻ നോക്കുന്നുണ്ട്. വർക്കേഴ്സൊക്കെ ഇത്തിരി ടയേർഡാണ്. കുറേ ദിവസമായി ഡേ നൈറ്റ് ദിവസം ചിലവർക്ക് ഷിഫ്റ്റ് പോലെ കൊടുക്കാറുണ്ട്. കുറച്ച് പേര് ഉറങ്ങുമ്പോൾ കുറച്ച് പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങും ടീമുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, നൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് നല്ല ഹാപ്പിയാണ്. വർക്ക് നന്നായി ചെയ്യുന്നുണ്ട്, വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് വർക്ക്. പിന്നെ എല്ലാതും ഏകദേശം പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി. ഇനിയും വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഫിനിഷിംഗ് ഡേയിലേക്ക് പോകുന്നുള്ളൂ. അല്ല ഈ ഇതിനൊക്കെ ഹെയർ പിടിപ്പിക്കാണ്ട്, പിന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട് റെയിൽ, ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടും. എന്നാലും ഇത്തിരി ടൈറ്റാണ് വർക്ക്. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പരമാവധി സ്പീഡാക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഭവം ലൈറ്റപ്പാണ്. ലൈറ്റപ്പ് ഇത്തിരി നന്നായി ചെയ്തില്ലെങ്കിൽ ഇത് അത്ര ഏൽക്കില്ല. അപ്പോൾ ലൈറ്റപ്പിന് ഞാൻ ഇത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണറോട് പറഞ്ഞിട്ടുണ്ട് ലൈറ്റപ്പ് നന്നായി ചെയ്താലാണ് വൃത്തിയാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടക്കുന്നു. ലൈറ്റപ്പ് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആൾക്കാർ ഫൈബർ പഞ്ഞിങ്ങനെ ലൈറ്റിൻ്റെ മുകളിൽ ഇടണം. അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു 30 ചാക്ക് വേണ്ടി വന്നു. കറക്റ്റാണ്, 30 ചാക്കിൽ അത് തീർന്നു. പിന്നെ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ലൈറ്റ് ഇടാണ്ടൊരു ഇതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കിടക്കണേ. ഇതിപ്പോൾ കുഴപ്പമില്ലാണ്ട് ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇത് കൂടെയാണ് ആൾക്കാർ കയറി വരുന്നത്. ഇതിൽ കയറി വരുമ്പോൾ ഒരു വളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി വരും. പിന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു പോകും. അപ്പോൾ കയറുമ്പോൾ ഫ്ലോറിലെല്ലാം നന്നായി ഒരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ഇടാൻ വേണ്ടി മറ്റേ ഫ്ലോറിൽ ഫൈബർ പഞ്ഞിട്ടിട്ട് അതിൻ്റെ അടിയിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം മിക്ക പ്രോപ്പർട്ടീസിനും സെപ്പറേറ്റ് ലൈറ്റപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ മിക്ക കളറുകളും മറ്റേ ഫ്ലോറസൻ്റ് ആയതുകൊണ്ടൊരു റിഫ്ലക്ഷൻ ഉണ്ട്. വല്ലാണ്ടല്ല, ചെറുതായിട്ട് വല്ലാണ്ടായി ബോറാകും. അതുകൊണ്ട് ചെറുതായിട്ടുള്ളൊരു സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ
എല്ലാ പോർഷൻസിലും നല്ല കളർ വരാൻ വേണ്ടി കളർഫുള്ളാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ പിന്നെ ഒരു ഫ്ലെക്സും ചെയ്തിട്ടുണ്ട്, ഏറ്റവും ബാക്ക് ഡ്രോപ്പ് ചുറ്റും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ പോർഷൻസും നമ്മൾ നന്നായി ഫില്ല് ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. അതിൽ കാണുന്ന കുറേ ക്യാരക്ടറുകൾ നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെടികളും അങ്ങനെ ഒരു ഫില്ല് ചെയ്യാനൊരു ഹാങ് ചെയ്തിട്ടുള്ളൊരു പാറ, അങ്ങനെ കുറേ സാധനങ്ങൾ, ആർച്ച്, കുറേ ഏരിയ വലിപ്പമുണ്ട്. അതുകൊണ്ട് കുറേ പ്രോപ്പർട്ടീസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ലൈറ്റും കുറേ അധികം വേണ്ടി വന്നു. അതുപോലെ എല്ലാ പ്രോപ്പർട്ടീസിലേക്കും ലൈറ്റ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ലൈറ്റ് ചെയ്യേണ്ട ടീമിനും നല്ല പണി ഉണ്ടായിരുന്നു. അവർക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്, കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വർക്ക്. ഏകദേശം അവർക്ക് വിചാരിച്ചേക്കാൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. പിന്നെ അതാണത്, നമ്മുടെ പണിക്കാർ ഒക്കെ ടയേർഡായി, വല്ലാണ്ടായി. അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫോം കട്ടിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കലും ഇതെല്ലാം കൂടി ഇങ്ങനെ നിന്ന് ടയേർഡായി എല്ലാവരും. പക്ഷെ എല്ലാവർക്കും ഹാപ്പിയാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെയ്തവർക്കും തന്നെ ഒരു സമാധാനം, വർക്ക് നന്നായില്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതിൽ ഞാനും ഹാപ്പിയാണ്. ഈ വർക്കിൻ്റെ ക്ഷീണം തീരണമെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും ഉറങ്ങാൻ വേണ്ടി വരും. അത്രയ്ക്കും നമ്മൾ ഉറക്കം ഇല്ലാണ്ട് വർക്ക് ചെയ്ത വർക്കാണിത്. വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കിളി പോയി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എല്ലാവർക്കും. അതായത് വയ്യാണ്ടായി. പിന്നെ ഒന്നും പറയാനില്ല, നമ്മളത്രയ്ക്കും ടയേർഡ്. പണിക്കാരൊക്കെ ഈ വെൽഡേഴ്സൊക്കെ രാത്രി ആകുമ്പോൾ കണ്ണിലേക്ക് ഇതടിക്കുമ്പോൾ ചേട്ടാ എന്നെ വിടുന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിർത്തിച്ച് ചേട്ടാ തീർക്കണം നിർന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പണിക്കാരൊക്കെ ചെയ്തത്. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തീർക്കാൻ പറ്റി. ആ ഒരു സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഒരു സന്തോഷം, വളരെ ഹാപ്പി.